സ്റ്റിവാർട്സ് തിയറം എന്തെന്ന് നമുക്ക് നോക്കാം. സ്റ്റിവാർട്സ് തിയറം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ആദ്യം സീവിൻ എന്തെന്ന് നമ്മൾ പഠിക്കണം. സീവിൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിളിന് ഒരു വെർട്ടെക്സ് സിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റിനെയാണ് പറയുന്നത് സി വി എന്ന്. ഓക്കെ, ഇപ്പൊ എ ഡി എന്നൊരു ലൈൻ വരയ്ക്കുന്നു. നമ്മൾ പഠിച്ച ആംഗിൾ ബൈസെക്ടർ ആയാലും മീഡിയൻ ആയാലും പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ആയാലും എല്ലാം എന്താണ്? ഒരു ടൈപ്പ് സീവിൻ ആണ്. ഓക്കെ, എല്ലാം ഒരു ടൈപ്പ് സീവിൻ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ചുമ്മാ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ല, ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റേ വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഹൈറ്റ്, ഇതെല്ലാം എന്താണ്? ടൈപ്സ് സീവിൻ ആണ്. ആക്ച്വലി സീവിൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എ ലൈൻ സെഗ്മെന്റ് ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഈസ് കാൾഡ് സീവിൻ. ഓക്കെ, അപ്പം എ ഡി എന്നുള്ള പറയുന്നത് സീവിൻ ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ഫിഗർ നോക്കുക. എ ബി സി എന്ന ട്രയാങ്കിളിൽ സിന്ന് പോയിന്റ് പി എ ജോയിൻ ചെയ്ത് ഒരു സി വി വരച്ചേക്കും. സി പി എന്നുള്ളത് എന്താണ്? സി പി എന്നുള്ളത് ഒരു സീവിനാണ്. സി പി എന്നുള്ളത് ഒരു സീവിനാണ്. ഓക്കെ, ഞാൻ സി പിക്ക് ഒരു വാല്യൂ, സി പിക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, സി പിക്ക് എക്സ് എന്ന് കൊടുത്തു. ഈ സീവിയൻ എ ബി എന്നുള്ള സൈഡിനെ ഡിവൈഡ് ചെയ്യും. എം എന്ന് എൻ എന്നുള്ള രീതിയിൽ റേഷ്യോ അല്ല, എം എന്ന് എൻ എന്നുള്ള വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് എം പ്ലസ് എൻ എന്ന് വെച്ചാൽ സി ആയിരിക്കും. ഈ എ പി എന്ന് പറയുന്നത് എമ്മും പി ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്നും ആണ്. ശ്രദ്ധിക്കണം, പലയിടത്തും നമ്മൾ എം ഈസ് ടു എൻ റേഷ്യോ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. ഇത് റേഷ്യോ അല്ല, എമ്മിന് ന്യൂമറിക്കൽ വാല്യൂ തന്നെയാണ്. ഓക്കെ, എം പ്ലസ് എൻ എന്ന് വെച്ചാൽ സി ആണ്. എം പ്ലസ് എൻ എന്ന് വെച്ചാൽ സി തന്നെയാണ്. എം പ്ലസ് എൻ ഈക്വൽ ടു സി, സൈഡ് സി ആണ്. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇതാണ്ട് ഇവിടെ. എ സ്ക്വയറിന് അടുത്തുള്ള സി വൺ ഡിവൈഡ് ചെയ്തേക്കുന്ന എൻ അല്ലേ, പക്ഷെ എൻ അല്ല എടുക്കേണ്ട എം ആണ്. അപ്പം എ സ്ക്വയർ ഇൻറ്റു എമ്മും പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ബിയുടെ അടുത്ത് വരുന്നത് എന്താണ്? എം ആണ്. അപ്പൊ എൻ അല്ല, സോറി, എം അല്ല എടുക്കേണ്ടത്, എൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, എ സ്ക്വയർ എം പ്ലസ് ബി സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ സി. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എം പ്ലസ് എൻ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു സി. എം പ്ലസ് എൻ എന്ന് വെച്ചാൽ സി അല്ലേ, പ്ലസ് എം എൻ സി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇതിനെയാണ് സ്റ്റിവാർട്സ് തിയറം. ഓക്കെ, എ സ്ക്വയർ എം പ്ലസ് ബി സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ സി പ്ലസ് എം എൻ സി. ഓക്കെ, ഇപ്പം എയുടെ അടുത്ത് വരുന്നത് എൻ ആണ്, പക്ഷെ എൻ അല്ല എടുക്കേണ്ടത്, എം ആണ് എടുക്കുന്നത്. അതുപോലെ ബിയുടെ അടുത്ത് വരുന്നത് എം ആണ്, എം അല്ല എൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം എ സ്ക്വയർ എം പ്ലസ് ബി സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ സി പ്ലസ് എം എൻ സി. ഓക്കെ, എക്സ് സ്ക്വയർ സി പ്ലസ് എം എൻ സി, എക്സ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സീവിയൻ. ചിലപ്പോൾ സീവിയന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്, ബാക്കി എല്ലാ വാല്യൂസും തന്നു കാണും. ഓക്കെ, അപ്പം സീവിയന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പം ക്വസ്റ്റനിൽ റേഷ്യോ ആയിരിക്കും തന്നിരിക്കുന്നത്. ഈ സിയുടെ വാല്യൂ തന്നിരിക്കും, സിയുടെ വാല്യൂ 9 ആണ്, പക്ഷെ സി പി എന്നുള്ള സീവിയൻ എ ബി എ 1:2 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പം ഈ 1 2 അല്ല എമ്മിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. മൊത്തം 3 യൂണിറ്റ് ആണ് 9 എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 3ഉം 2 യൂണിറ്റ് എന്ന് വെച്ചാൽ 6. അപ്പൊ 3ഉം 6ഉം ആണ് എമ്മിന്റെ വാല്യൂ ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പം എം എൻ എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ ആണ്, റേഷ്യോസ് അല്ല. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം എ സ്ക്വയർ എം പ്ലസ് ബി സ്ക്വയർ എൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ സി പ്ലസ് എം എൻ സി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റിവാർട്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിവാർട്സ് തിയറം. സ്റ്റിവാർട്സ് തിയറത്തിന് സ്പെഷ്യൽ കേസുകളുണ്ട്. സ്റ്റിവാർട്സ് തിയറത്തിന് 2 സ്പെഷ്യൽ കേസും കൂടെ ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിക്കുവാണ്. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിന്റെ വാല്യൂ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അപ്പം എ ബി സി എന്നുള്ള ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ, വേറെ എ ബി ഈക്വൽ ടു എ സി. ഓക്കെ, എ ബി ഈക്വൽ ടു എ സി. ആ രണ്ട് ഇപ്പൊ അൺഈക്വൽ സൈഡിലോട്ട് ഒരു സി വി എൻ വരയ്ക്കുവാന്നിരിക്കട്ടെ, എ ഡി. ഓക്കെ, അൺഈക്വൽ സൈഡിലോട്ട് ഒരു സി വി എൻ ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, എ ബിയുടെ ഇത് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് സി ആണല്ലേ, ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് സി ആണല്ലേ. അപ്പം ഞാൻ ഇതിന് സി എന്നും കൊടുത്തു, ഇതിന് ബി എന്നും കൊടുത്തു.
ഓക്കെ, ആക്ച്വലി സി ഈക്വൽ ടു ബി ബി തന്നെയാണല്ലേ, അല്ലെങ്കിൽ എക്സ് എന്ന് തന്നെ കൊടുക്കാം. സോറി എ ഡിയുടെ വാല്യൂ എക്സ് എന്ന് കൊടുത്തു. എ ഡിയുടെ വാല്യൂ എക്സ് എന്ന് കൊടുത്തു. ഇതിനകത്ത് ഞാൻ എ എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു ഞാൻ എ എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ എ ഡി എന്നുള്ള സി ബി ആണെങ്കിൽ ഈ ബി സി എന്നുള്ള സൈഡിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ പോർഷന്റെ ലെങ്ത് എന്നും രണ്ടാമത്തെ പോർഷന്റെ ലെങ്ത് എന്നുമാണെങ്കിൽ എനിക്ക് എഴുതാം എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എം. ഓക്കെ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എപ്പോഴാണ് അൺഈക്വൽ സൈഡിലോട്ട് സി ബി എൻ വരയ്ക്കും. അൺഈക്വൽ സൈഡിലോട്ട് സി ബി എൻ വരയ്ക്കണം. ശ്രദ്ധിക്കണം, അൺഈക്വൽ സൈഡിലോട്ട് സി ബി എൻ വരയ്ക്കുമ്പോൾ ഓക്കെ, രണ്ട് ഈക്വൽ സൈഡാണ് എ ബി എ സിയും, അൺഈക്വൽ സൈഡായ ബി സിയിലോട്ട് സി ബി എൻ വരയ്ക്കുമ്പോൾ ഉള്ള ഫോർമുലയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എം. എ സ്ക്വയർ ഇസ് ദ വാല്യൂ ഓഫ് ദ ഈക്വൽ സൈഡ്സ്. എക്സ് എന്ന് പറഞ്ഞാൽ സി ബി എന്റെ ലെങ്ത് ആണ്. എം എന്ന് വെച്ചാൽ സി ബി എൻ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്, ഈക്വൽ സൈഡിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന രണ്ട് ലെങ്ത് ആണ്. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എം. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ സെയിം തന്നെ ആയിരിക്കും, എ തന്നെ ആയിരിക്കും. ഓക്കെ, ശരി. അടുത്തത് ഒരു ഇതും കൂടെ ഉണ്ട്. ഇത് ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ, ഇപ്പം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആദ്യം പറയുന്നത്. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പം ഇതൊരു ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ, ആംഗുലർ ബൈസെക്ടർ ഒരു സി ബി എൻ തന്നെയാണല്ലോ. ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഒരു ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, സി ബി എൻ എന്ന് വെച്ചാൽ ഒരു ആംഗുലർ ബൈസെക്ടർ ആണ്. ആംഗുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എ എന്നുള്ള ആംഗിളിനെ ബൈസെക്ട് ചെയ്തേക്കുവാണ്. അപ്പം ഇത് എ ഡിവൈഡ് ചെയ്ത് രണ്ട് ആംഗിളിന് ഈക്വൽ വാല്യൂ ആണ് തീറ്റ ആണെന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എക്സ് ആണ്. എ ഡി ഈക്വൽ ടു എക്സ്. ഓക്കെ, ഈ സൈഡിന് ഞാൻ എ എന്നും ഈ സൈഡിന് ഞാൻ ബി എന്നും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി മൈനസ് എം എൻ. ഓക്കെ, എ ബി മൈനസ് എം എൻ. ഓക്കെ, വേറെ എം എന്ന് വെച്ചാൽ ഈ സൈഡും എൻ എന്ന് വെച്ചാൽ ഈ സൈഡും. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി മൈനസ് എം എൻ. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി മൈനസ് എം എൻ. ഇപ്പം ആംഗുലർ ബൈസെക്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എ ഇൻറ്റു ബി മൈനസ് എം ഇൻറ്റു എൻ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല, എ ഇൻറ്റു ബി മൈനസ് എം ഇൻറ്റു എൻ. ഓക്കെ, ശരി. അപ്പം ഇത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു തിയറം ഉണ്ട്. പിന്നെ അപ്പോളോണിയസ് തിയറം എന്ന് പറയും. ഓക്കെ, അപ്പോളോണിയസ് തിയറം. ഓക്കെ, അപ്പോളോണിയസ് തിയറം എന്താണ് പറയുന്നത്? വേറൊന്നുമില്ല, sum of any two sides of a triangle is equal to sum of the median between the two sides and half of the third side. Okay, അതായത് ട്രയാങ്കിൾ ഉണ്ട് എ ബി സി. ഓക്കെ, അപ്പം സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഈ രണ്ട് സൈഡിന് ഇടയിൽ കൂടെ വരുന്ന മീഡിയൻ ആണ് ഇതിന് എ ഡി. ഓക്കെ, എ ഡി എന്നുള്ള മീഡിയൻ ആണ് ഈ ബി എന്നും സിയുടെ സൈഡിന് ഇടയിൽ കൂടെ വരുന്ന മീഡിയൻ. ഓക്കെ, ഈക്വൽ ടു ടോയിസ് ഓഫ് മീഡിയന്റെ സ്ക്വയർ. ഓക്കെ, മീഡിയന്റെ സ്ക്വയർ, മീഡിയന് ഡി എന്നുള്ള വാല്യൂയാണ്. അപ്പൊ ഡി സ്ക്വയർ പ്ലസ് ഇവിടെ എം എന്ന് കൊടുത്തേക്കുന്നത് ആക്ച്വലി സി ബൈ ടു എ ആണ്, ഡി സൈഡ് എ ആണ്. ഓക്കെ, അപ്പം പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് സം ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ടോയിസ് ഓഫ് ദ സം ഓഫ് മീഡിയൻ ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അപ്പോളോണിയസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് എനി ടു ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു
ടോയ്സ് ഓഫ് എന്തിന്റെ ടോയ്സ് ആണ്? മീഡിയന്റെയും മൂന്നാമത്തെ സൈഡിന്റെ പകുതിയുടെയും സമ്മിന്റെ ടോയ്സ് ആണ് ഈ സം ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി രണ്ട് സൈഡ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ സൈഡിന്റെ പകുതിയും പിന്നെ മീഡിയന്റെയും കൂടെ സം എടുത്തിട്ട് അതിനെ ഡബിൾ ചെയ്യുമ്പോൾ, സോറി, മൂന്നാമത്തെ സൈഡിന്റെ പകുതിയുടെ സ്ക്വയറും മീഡിയന്റെ സ്ക്വയറും എടുത്തിട്ട് അതിനെ ഡബിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ രണ്ട് സൈഡ്സിന്റെ സ്ക്വയർസിന്റെ വാല്യൂ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.